അളിയന്റെ ഉദ്ദേശം എന്താ? പൂർണ്ണ മനസ്സോടെ കേണൽ മാധവൻ നായർ മകളെ നിനക്ക് കെട്ടിച്ചേരും തോന്നുന്നുണ്ടോ? അതേതായാലും ഇല്ല. പക്ഷേ എന്ത് പക്ഷേ? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പെൺകുട്ടിക്ക് ഒരു പ്രതീക്ഷ കൊടുത്തത്? ആ സുരേഷ് ആണെങ്കിൽ ആ പെണ്ണെ ശരണം എന്ന് പറഞ്ഞ് പുറകെ, കേണൽ സാബിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബന്ധം നടത്തണമെന്ന് എന്തോ നേർച്ച പോലെയാ. ഇതിനിടയിൽ നീ കാസ്റ്റ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് അങ്ങനെ തമ്മിൽ ചേരാത്ത എത്ര എത്ര പ്രശ്നങ്ങൾ. ആ കുട്ടിക്കാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള ഒരു പക്വതയായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നീ എന്താ ഒന്നും പറയാതെ? സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറാൻ ഒത്തിരി ശ്രമിച്ചതാ. അപ്പോഴൊക്കെ അവളാണ് എന്നോട് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നാലും പിരിയാൻ പറ്റാത്ത വിധം എങ്ങനെ അടുത്തുനിന്ന് എനിക്ക് തന്നെ അറിയില്ല. ഐ ലവ് ഹർ സോ മച്ച്. ഇനി അല്ല അതിരിക്കട്ടെ, ഈ ഉപദേശമൊക്കെ തരുന്ന നിന്റെ ഭാവം എന്താ? എത്രന്ന് വെച്ചാൽ ലിസയും കാത്തിരിക്കുക. അച്ചടക്കവും അനുസരണയും ഉണ്ടാവട്ടെ എന്ന് കരുതി പിടിച്ചു പട്ടാളത്തിൽ ചേർത്ത് നിന്നെ പോലെയല്ല ഞാൻ. നിനക്കിതൊരു ത്രില്ലാണ്, എനിക്ക് ജീവിതവും. 2 ചേച്ചിമാരുടെ വിവാഹം ഞാൻ എങ്ങനെയാ നടത്തിയെന്ന് നിനക്കറിയാലോ. ഇനി ഒരെണ്ണം കൂടി, രമ. അവളെ കൂടി ആരെങ്കിലും ഏൽപ്പിച്ചാൽ then I am free. അടുത്ത മുഹൂർത്തത്തിൽ ലിസയെ കെട്ടാൻ ഞാൻ തയ്യാർ. അവളുടെ ഒരു വായന ദേ കണ്ടോ മണി എത്രയായിരുന്നു. ഇനി കഴിഞ്ഞ ഓണത്തെ പോലെ കാത്തു നിന്നില്ല എന്റെ പേരിലാവും പരാതി. അതിന് നീ എന്തിനാ എന്നെ തിന്നാൻ വരുന്നത്? റോയിച്ചൻ ഇന്ന് വരെ വാക്ക് പറഞ്ഞിട്ട് പാലിച്ച ചരിത്രമുണ്ടോ? അതും നിന്നോട്. നമുക്ക് പോ, എന്റെ സമയത്തിനുണ്ട് കുറച്ചൊക്കെ വില. പിണങ്ങാതെ മോളെ, ലേറ്റ് ആയിപ്പോയി. കാരണമുണ്ട്. എനിക്കറിയാം, എപ്പോഴും ഞാൻ കേൾക്കാറുള്ളതല്ലേ. ബോക്സിംഗ്, ഹോഴ്സ് റൈഡിംഗ്, റോക്ക് ക്ലൈംബിംഗ്, കുറെ റീസൺസ്. ചുമ്മാ പറയുന്നതാ. ചുമ്മാതല്ല മോളെ, എനിക്ക് നിന്നെ കാണാൻ ഇഷ്ടമല്ല എന്ന് കരുതിയോ? ഞാൻ എന്ത് ചെയ്യും? ഇന്ന് തന്നെ കേണൽ സാബ്, നിന്റെ അച്ഛൻ, എനിക്കൊരു സ്പെഷ്യൽ കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പല ഭാഗത്ത് നിന്നായി സെലക്ട് ചെയ്തിരിക്കുന്ന 10 പേർക്കായി നടത്തുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ 6 months. എൻ്റെ യോഗ്യതകളും കഴിവുകളും കണക്കിലെടുത്ത് ആ ലിസ്റ്റിൽ എൻ്റെയും പേര് ചേർത്തിരിക്കുന്നു. എനിക്കറിയാം എൻ്റെ പേരിലുള്ള പ്രത്യേക വാത്സല്യമോ എൻ്റെ കഴിവിലുള്ള വിശ്വാസമോ കാരണമല്ലാതെന്ന്. 6 മാസത്തേക്കെങ്കിലും എന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ അത് കഴിഞ്ഞാൽ ഉടനെ ഒരു ട്രാൻസ്ഫറും നമ്മളെ തമ്മിലകറ്റാവുന്നു. ഈ ജന്മം നമുക്ക് അകലാൻ കഴിയുമോ? കരയാതെ സമാധാനമായിരിക്കും. അനുസരണയുള്ള നല്ല കുട്ടികളായി കുറെ കൂടി നമുക്ക് കാത്തിരിക്കാം. നിന്റെ അച്ഛന്റെ മനസ്സ് മാറുമെന്ന് നോക്കാമല്ലോ. അപ്പൊ ഇനി 6 മാസം? 6 മാസം. ചലോ.
No, that's not the right way. I'll show you. Come on. നീ ഇവിടെ? Come on. എക്സ്ക്യൂസ് മീ. എന്താടാ? ലിസ നിന്നെ പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഞാൻ ആനുവൽ ലീവിലുമായിരുന്നു. വിജിയുടെ വിവാഹം കഴിഞ്ഞു. സുരേഷ്. സുരേഷ്, നീ എന്തിനു വന്നു? റോയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. ട്രെയിനിങ്ങിനിടയിൽ എക്സലന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. എന്താ ഇത്? സുരേഷ്, നീ പോകാൻ. സിസ്റ്റർ പ്ലീസ്, സെഡേഷൻ. Come in. റോയിച്ചായ, രാജീവ്,
എനിക്കിത് പറയാൻ റോയിച്ചാൻ മാത്രമേ ഉള്ളൂ. അന്വേഷിക്കാൻ പോകുന്നവർക്ക് അത് ജോലിയുടെ ഒരു ഭാഗം മാത്രം. ഒഫീഷ്യൽ ഡ്യൂട്ടി റോയിച്ചാനും അവരോടൊപ്പം ഉണ്ടെങ്കിൽ. ലിസ, ഞാൻ റോയിച്ചാന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. കണക്ക് തീർക്കുകയാണല്ലേ, അത് എന്നോടും കൂടി ആകണോ? രാജീവ് റോയിച്ചാനോട് എന്ത് തെറ്റ് ചെയ്തു? റോയിച്ചാന്റെ വശം മാത്രമേ കാണുന്നുള്ളൂ. പാവം വിജി. വേണ്ട, ആ ഒരു കാര്യം മാത്രം പറയണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, റോയിച്ചാൻ അതറിയണം. അവളാണ് ഇത് തുടങ്ങി വെച്ചത്. ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് പിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അവൾ. ഇല്ല റോയിച്ചാൻ, വിജിയുടെ അന്നത്തെ അവസ്ഥയിൽ ഏതൊരു പെണ്ണിനും അതേ ചെയ്യാൻ കഴിയും. നിങ്ങൾ അവസാനമായി പിരിഞ്ഞ ദിവസം കേണൽ സാബ്. ഒന്നുകളയും നിന്നെ. അമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് കരുതി ലാളിച്ചു വളർത്തുക. ഇപ്പൊ നീ എന്റെ മാനം കെടുത്തി അടങ്ങും അല്ലേ? കുറെ നാളായി നിന്റെ ചുറ്റിത്തിരിച്ചിൽ ഞാൻ അറിയുന്നുണ്ട്. നീ എത്ര കരഞ്ഞു കാണിച്ചാലും അവനും ഒത്തൊരു ജീവിതം, അത് നീ ചിന്തിക്കേ വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. സുരേഷിന് എന്താടി ഒരു കുറവ്? വാർഫണ്ടിൽ എന്റെ മടിയിൽ കിടന്ന് മരിച്ച അവന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് നിനക്കതെല്ലാം അറിയാവുന്നല്ലേ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് നീ ഇല്ല. സുരേഷിനെ വിവാഹം കഴിക്കാൻ നീ സമ്മതിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മറ്റു നിവൃത്തിയില്ലാതെ അവൾക്ക് തലകുനിച്ചു കൊടുക്കേണ്ടി വന്നു. അവളെ കരുതി വേണ്ട, എനിക്ക് എന്റെ രാജീവിനെ ഡെഡ് ബോഡി ആണെങ്കിലും. ഇല്ല ലിസ, അവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഒന്നും. ഞാൻ പോകാം, അവരെ കൊണ്ടുവരാം ജീവനോടെ. പ്രോമിസ്. ഹലോ ഹലോ ഹലോ. ആരാ മോളെ? ഹലോ. ഐ എം റെഡി സർ.
രാജീവ് രാജീവ് ഇവിടുന്ന് 2 മണിക്കൂറെങ്കിലും വേണം ആദിവാസി കോളനിയിലെത്താൻ. കമോൺ.